നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോസേപ്പിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 16-ാം ദിവസം. നീതിമാനായ വിശുദ്ധ യോസേപ്പിതാവ്. വിശുദ്ധ യോസേപ്പിതാവ് ഒരു നീതിമാനാണെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഇതിനുള്ള ഉത്തരം വിശുദ്ധ ജോസ് മരിയ നമുക്ക് നൽകുന്നുണ്ട്. അദ്ദേഹം പ്രസ്താവിക്കുന്നു, ദൈവം മഹത്തായ കാര്യങ്ങൾ ഫലമേൽപ്പിച്ച ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു വിശുദ്ധ യോസേപ്പിതാവ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ നിർണായക സംഭവങ്ങളിലും കർത്താവ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം അദ്ദേഹം കൃത്യമായി ചെയ്തു. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹത്തെ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. നീതിമാനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ദൈവഹിതം നിറവേറ്റുന്ന നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യനുമെന്നാണ്. അല്ലെങ്കിൽ നിന്റെ അയൽപ്പക്കക്കാരനോട് ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നവനെന്നാണ്. അതിനാൽ നീതിമാനായ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നവനും തൻ്റെ ജീവിതം മുഴുവൻ തൻ്റെ സഹോദരനോടും അയൽപ്പക്കക്കാരനോടുമുള്ള ശുശ്രൂഷയിൽ മുഴുകി ദൈവകൽപ്പന പാലിച്ചുകൊണ്ട് ആ സ്നേഹം തെളിയിക്കുന്നവനുമാണ്. നമുക്കും ചിന്തിക്കാം, നാം നീതിമാനാണോ? ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുകയും നമ്മുടെ അയൽപ്പക്കക്കാരോട് സ്നേഹത്തോടും ആദരവോടും കൂടി പെരുമാറുന്നവനുമാണോ? വിശുദ്ധ യോസേപ്പിതാവ് നീതി എന്ന പുണ്യം നമ്മൾ വർദ്ധിപ്പിക്കും. ഒരുവന് കടപ്പെട്ടിരിക്കുന്നത് കൊടുക്കുന്നതാണ് നീതിയെന്ന് ദൈവശാസ്ത്രജ്ഞർ നിർവചിക്കുന്നു. ഉദാഹരണത്തിന്, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ അസ്തിത്വത്തെ പ്രതി നന്ദിയുള്ളവരാകുകയും അവിടുത്തെ നന്മകളെ പ്രതി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ അവന് കടപ്പെട്ടിരിക്കുന്നത് കൊടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തോട് നീതിപൂർവ്വം പെരുമാറുന്നു. നമ്മൾ ഇതിൽ പരാജയപ്പെടുന്നെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല, നമ്മൾ ദൈവത്തോട് നീതിപൂർവ്വം പെരുമാറുന്നില്ല, അവിടത്തേക്ക് കടപ്പെട്ടത് കൊടുക്കുന്നില്ല. വിശുദ്ധ യോസേപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം നീതിമാനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അദ്ദേഹം യഹൂദ മതത്തിലെ എല്ലാ അനുശാസനങ്ങളും പാലിച്ചിരുന്നു. നസ്രത്തിൽ നിന്ന് ദൈർഘ്യമുള്ള ജെറുസലേമിലേക്ക് ഒരു വർഷത്തിൽ 3 തവണ യാത്ര ചെയ്തുകൊണ്ട് വിവിധ ആഘോഷങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുത്ത് ദൈവത്തെ ആദരിച്ചു. മറുവശത്താകട്ടെ, നാം പള്ളിയിൽ നിന്ന് വിദൂരത്തല്ലാത്ത സ്ഥലത്ത് ജീവിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആഴ്ചയിൽ 1 മണിക്കൂർ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തിന് അർഹതപ്പെട്ടത് കൊടുക്കുന്നില്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്നില്ല. നാം നീതിമാനായ മനുഷ്യനല്ല. വിശുദ്ധ കുർബാന വൈദികനോ ജനത്തിനോ ഗായക സംഘത്തിനോ വേണ്ടിയുള്ളതല്ല. ഇത് സ്നേഹത്തിന് പകരം സ്നേഹം കൊടുക്കലാണ്. ദൈവത്തിന് കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നു. ഒരു വൈദികനെ ആത്മീയ ഉന്നമനം നേടിയവനായി കണ്ടില്ലെങ്കിലും, ഗാനങ്ങൾ അസ്വസ്ഥതയുളവാക്കുന്നതാണെങ്കിലും, വിശ്വാസ സമൂഹം ആത്മീയമായി മരിച്ചതാണെങ്കിലും, വിശുദ്ധ കുർബാന അവരെ പറ്റിയുള്ളതല്ലെന്ന് നാം ഓർക്കണം. പകരം നാം നീതിപൂർവ്വവും സ്നേഹപൂർവ്വമായി ദൈവത്തോട് പ്രവർത്തിക്കുന്നതിനാലാണ് എല്ലാവിധ ഉൾക്കാമ്പും അടങ്ങിയിരിക്കുന്നത്. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാനും വിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ ആരാധിക്കുക എന്നതിൽ കൂടുതലായി ഇത് ദൈവത്തോട് പ്രകടിപ്പിക്കാൻ മഹത്തായ വേറെ രീതികളില്ല. യൂക്കരിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നന്ദി പ്രകാശിപ്പിക്കൽ എന്നാണ്. സ്നേഹാധിക്യത്താൽ ദൈവത്തോട് മാത്രമല്ല നമ്മൾ നീതിപൂർവ്വം പ്രവർത്തിക്കുന്നത്, മറ്റുള്ളവരോടും നാം ഇതേപോലെ നീതിപൂർവ്വം പ്രവർത്തിക്കണം. നാം അത് ചെയ്യുന്നുണ്ടോ? നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നാം നമ്മുടെ ആത്മീയ മാതാവായി മറിയത്തെ സ്നേഹിക്കുകയും വണങ്ങുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ആത്മീയ പിതാവായ വിശുദ്ധ യോസേപ്പിതാവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നുണ്ടോ? നമ്മുടെ കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടും ആദരവോടും മാന്യമായും പെരുമാറാറുണ്ടോ? നമ്മുടെ അയൽപ്പക്കക്കാരോടും സഹപ്രവർത്തകരോടും അനുദിനം ഇടപെടുന്ന എല്ലാവരോടും നാം നീതിപൂർവ്വം പെരുമാറാറുണ്ടോ? നാം ജോലിക്കാർക്ക് നീതിപൂർവ്വം വേതനം കൊടുക്കാറുണ്ടോ? മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നീ അവർക്ക് ചെയ്യുക എന്ന സുവിശേഷത്തിലെ സുവർണ നിയമം ഓർക്കുക. നമ്മുടെ ആത്മീയ പിതാവ് എല്ലാവരോടും സ്നേഹപൂർവ്വവും നീതിപൂർവ്വവുമായി പെരുമാറി.
യൗസേ പിതാവിനെ പോലെ നീതിമാനാകാൻ അദ്ദേഹത്തിൻ്റെ നിർമ്മല ഹൃദയത്തിലൂടെ വിമല ഹൃദയം വഴി നമുക്കും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എത്താം. നമുക്ക് അനുദിന പ്രാർത്ഥനകൾ ചൊല്ലാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനെ. നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനെ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ,